പലപ്പോഴും പറയും പഠനം കഴിഞ്ഞ് തൊഴിൽ കിട്ടിയില്ല എന്നതൊക്കെ. പക്ഷേ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം ശ്രദ്ധ വേണം. അങ്ങനെയെങ്കിൽ ഇനി നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നിടുന്ന ഒരു മേഖലയാണ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്നതൊക്കെ. ഈ കൊച്ചിയിൽ ഇങ്ങനെ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന് കീഴിൽ ഈ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നതുപോലും പലർക്കും അറിയില്ല. ആ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ, ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള നിരവധി കോഴ്സുകളുണ്ട്. ഇപ്പോൾ പഠനം പൂർത്തിയാക്കി അടുത്തൊരു തുടർ പഠനത്തിനൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ മുന്നിലേക്ക് ഇത്തരം സാധ്യതകൾ കൂടി ഞങ്ങൾ വെക്കുകയാണ്. ഒന്ന് അന്വേഷിച്ചാൽ ഈ ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ കീഴിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിയിലുള്ളത്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസ്. അവിടെയൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ശ്രദ്ധയോടെ നോക്കിയാൽ ഇത്തരം കോഴ്സുകളൊക്കെ കാണാം. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് 3 പതിറ്റാണ്ട് പ്രയത്നിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് വിസിലിന്റെ മുൻ സിഇഒ ഡോക്ടർ ജയകുമാർ. 1995 ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ രൂപരേഖയുണ്ടാക്കുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് രൂപീകരിച്ചപ്പോൾ ആദ്യ സിഇഒ ആയി നിയമിതനായതും ഡോക്ടർ ജയകുമാറാണ്. സർക്കാരുകൾ മാറി മാറി വന്നതും നിയമപ്രശ്നങ്ങളുമൊക്കെ പലപ്പോഴും പ്രതിസന്ധി തീർത്തു. പക്ഷേ സിഇഒ സ്ഥാനത്തേക്കുള്ള 2ാം വരവിൽ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഡോക്ടർ ജയകുമാറും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 1994 അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി MV രാഘവന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിനായി ആദ്യ സ്കെച്ച് തയ്യാറാക്കിയത്. രൂപരേഖ തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ജയകുമാർ ആയിരുന്നു. നേരത്തെ വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രൊജക്ട് മേധാവിയായിരുന്നതിനാൽ തീരത്തിന്റെ സാധ്യതകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആദ്യം ധാരണാപത്രം ഒപ്പുവെച്ചത് കുമാർ ഗ്രൂപ്പ്, വെസ്റ്റ് പോർട്ട് മലേഷ്യ എന്ന 2 കമ്പനികൾ ചേർന്ന കൺസോർഷ്യവുമായിരുന്നു. കുമാർ എനർജി കോർപ്പറേഷൻ എന്നുള്ള ഒരു കമ്പനി, ഒരു മലേഷ്യൻ ഗ്രൂപ്പ്, വെസ്റ്റ് പോർട്ട് മലേഷ്യ, അവരിന്ന് അവിടുത്തെ ഒരു മോസ്റ്റ് മോഡേൺ പോർട്ടാണ്. അപ്പോൾ ഇവർ 2 പാർട്ട്ണറായിട്ട് വന്ന് ഗവൺമെന്റിൽ സമീപിക്കുക. അവർ കുറേ ഡിസ്കഷൻസ് ഒക്കെ നടന്നു. ഒക്ടോബർ 95 ഒരു MOU ധാരണാപത്രം ഒപ്പുവെച്ചു. ഒന്നും പ്രോഗ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് വന്ന EK നയനാർ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയെങ്കിലും യാഥാർത്ഥ്യമായില്ല. 2001 വീണ്ടും മന്ത്രിയായി MV രാഘവൻ വന്നതോടെ മന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. UK, ജർമ്മനി, മാൾട്ട, റോട്ടർഡാം, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് തുറമുഖങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മനസ്സിലാക്കി. തുടർന്ന് വിസിൽ രൂപീകരിക്കുന്നതിന് ചുക്കാൻ പിടിച്ചു. 2005 ചൈനീസ് കൺസോർഷ്യത്തെ തെരഞ്ഞെടുത്തു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. 2016 ശേഷം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ വളരെയധികം സപ്പോർട്ടും നൽകി. ഇവിടെയുള്ള എല്ലാവരെയും, ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയും ഫിഷിംഗ് കമ്മ്യൂണിറ്റിയും എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയത്നിച്ചു. അതിന്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്നത്. 2016 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തുറമുഖത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ജയകുമാറിനെ വീണ്ടും വിസിലിന്റെ സിഇഒയും MDയുമായി നിയമിച്ചു. തുടർന്ന് 8 വർഷം ചുമതല വഹിച്ച അദ്ദേഹം 2024 പടിയിറങ്ങിയത്. അപ്പോഴേക്കും ലോകം ഉറ്റുനോക്കുന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അഭിമാനമായി ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.